എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അത്യന്തം വിനാശകരവും ലോകത്തിൽ ഒരു രാജ്യങ്ങളുടെ പക്കലില്ലാത്തതുമായ ഒരു ആയുധം അമേരിക്ക ഈ അടുത്ത കാലത്ത് വെനൂസിലയിൽ സക്സസ്ഫുള്ളി ഉപയോഗിച്ചു എന്നുള്ള വാർത്ത ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വെനൂസിലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറെ അമേരിക്ക പിടിച്ചുകൊണ്ടിരുമ്പോൾ അമേരിക്ക അവിടെ സോണിക് വെപ്പൺസ് ഉപയോഗിച്ചിട്ടു എന്നാണ് കഴിഞ്ഞ ദിവസം ഈ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് സൗണ്ട് വെച്ച് ആൾക്കാരെ കൊല്ലുക. എല്ലാ രാജ്യങ്ങളുടെ പക്കലും സോണിക് വെപ്പൺസ് ഉണ്ട്. പക്ഷേ അതൊക്കെ എന്ന് വെച്ചാൽ ആൾക്കാരെ കൊല്ലാൻ തക്ക രീതിയിൽ പ്രാപ്തനല്ല. പക്ഷേ ഈ വെപ്പൺ അമേരിക്ക ഇവിടെ ഉപയോഗിച്ചത് ആൾക്കാരെ കൊല്ലുന്ന ഒരു സൗണ്ടിൽ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലാൻ പറ്റുന്നതിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ന്യൂയോർക്ക് ടൈംസ് എന്താ ചെയ്തത്? അതായത് ഈ മെഡൂറോ ഓപ്പറേഷൻ അമേരിക്കൻ സൈനികർ അവിടെ വന്ന് പറന്നിറങ്ങുമ്പോൾ അവിടെ ഈ പാലസിൽ മെഡൂറോ ഉണ്ടായിരുന്ന പാലസിൽ ഏകദേശം 452 സൈനികരാണ് അതിന് കാവലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം 350 പേരെ ഈ അമേരിക്കൻ സൈനികർ അവിടെ വെറും 2 മിനിറ്റ് കൊണ്ടാണ് കൊന്നത്. അപ്പോൾ ആ ഗാർഡിൽ ബാക്കി വരുന്ന ഒരു ഗാർഡിനെ, അതായത് അമേരിക്കൻ സൈനികർ പിടികൂടി ആ ഗാർഡിലുണ്ടായിരുന്ന ഒരാളെ പിന്നീട് അവർ വിട്ടയച്ചോട്ടെ, അമേരിക്ക വിട്ടയച്ചു. ആ ഗാർഡിനെ ന്യൂയോർക്ക് ടൈംസ് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഈ കഴിഞ്ഞ ജനുവരി 10 ന്യൂയോർക്ക് ടൈംസിലാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഈ ഗാർഡിലുണ്ടായിരുന്ന ആൾ പറഞ്ഞു വെച്ചാൽ പെട്ടെന്ന് ഇവരുടെ റഡാർ സിസ്റ്റം ഓഫ് ചെയ്യുന്നു. ഏകദേശം 450 റഡാർ സിസ്റ്റം ഉണ്ടായിരുന്നു ആ പാലസിന് വേണ്ടിയിട്ട് മാത്രം. ആ റഡാറുകളൊക്കെ പെട്ടെന്ന് ഓഫാകുന്നു. ഇവരുടെ മൊബൈൽസൊക്കെ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആവുന്നു. പെട്ടെന്ന് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി പോകുന്നു. പെട്ടെന്ന് കറണ്ട് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. അതായത് വോൾട്ടേജ് വേരിയേഷൻ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നു. ഇതാണ് ആദ്യം അവർ കണ്ടത്. പെട്ടെന്നുണ്ടല്ലോ പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം മുകളിൽ ആകാശം കാണാത്ത രീതിയിലുള്ള ഡ്രോൺസ്, അതായത് മുട്ടിയിട്ടിങ്ങനെ ഒരുപാട് ഡ്രോൺസ്, 10,000 ഡ്രോൺസ് വന്ന് നിറഞ്ഞു. പിന്നെന്താ പറയണ്ടത്, പിന്നെ അതിനുശേഷം ആ ഡ്രോൺസ് മാറിയിട്ട് ഏകദേശം 8ഓളം ഹെലികോപ്റ്റർ വരുന്ന ആ 8ഓളം ഹെലികോപ്റ്ററിന് ഏകദേശം 20ഓളം സൈനികർ താഴെ ഇറങ്ങണം. ഈ സൈനികരുണ്ടല്ലോ, ഈ സൈനികരെ, അതായത് ഇയാൾ വിശേഷിപ്പിക്കുന്നത് വെച്ചാൽ ഇതുവരെ അത്രയും ആചാരബഹുക്കളായ സൈനികരാണ് അതിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇതുവരെ അങ്ങനത്തെ ഒരു സൈനികരെ അയാൾ പോലും, അതായത് ഒരു സിനിമയിൽ പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. അത് അത്രയ്ക്കും അവർ വെൽ ഒക്യുപ്പൈഡ് ആയിരുന്നു, ഫിസിക്കലി അവർ വെൽ ഇതായിരുന്നു. അതായത് സാധാരണ കാണുന്ന ആൾക്കാരെ വ്യത്യസ്തമായ സംതിങ് ഡിഫറെൻ്റ് ആയ ആൾക്കാരാണ് അവർ കണ്ടത്. അപ്പോൾ അവർ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ ഇവർ വെടിവെക്കാൻ തുടങ്ങി. ഏകദേശം 1 മിനിറ്റിൽ ഒരു 300ഓളം റൗണ്ട് വെടിപൊട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് എടുത്താണ് ശരിക്കും 350ഓളം സൈനികരെ, അതായത് അവിടെ ഗാർഡിൽ നിന്ന് സൈനികരെ കൊന്നൊടുക്കിയത്. അതായത് വെറും 2 മിനിറ്റ് എടുത്ത്. അവിടെ ശരിക്കും ഒരു കൂട്ടക്കൊല തന്നെയാണ് ശരിക്കും അവിടെ അമേരിക്ക നടത്തിയെന്നാണ് ഇയാൾ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു വെടി പൊട്ടുമ്പോൾ വലിയ രീതിയിലുള്ള സൗണ്ടാണ് പുറത്തു വന്നത്. അപ്പോൾ അവിടെ സമീപത്തൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ, അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പിന്നീട് അതിനുശേഷം അവർക്ക് വായിന്നും മൂക്കുന്നൊക്കെ ബ്ലഡ് വരിക, ചിലവർ മരിച്ചു വീഴുക, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായി. അത് ശരിക്കും അമേരിക്ക അവിടെ സോണിക് വെപ്പൺ ഉപയോഗിച്ചതിൻ്റെ തെളിവാണ്. ഇത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞത്. ഞങ്ങളുടെ കൈവശമുണ്ട്, അതായത് ലോകരാജ്യങ്ങളുടെ ഒരു മെസ്സേജ് തന്നെയാണ് കൊടുത്തത്. അതായത് നിങ്ങൾക്ക് ആരുടെ പക്കലും ഇല്ലാത്തൊരു സാധനമുണ്ട്, ഒരു സൗണ്ടിൽ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ സൈനികൻ തന്നെ ഇത്തരം കാര്യങ്ങൾ വിശേഷിപ്പിച്ച സ്ഥിതിക്ക് ഈ ഡിഫൻസ് സെക്ഷനും, അതായത് ഇങ്ങനെ വെപ്പൺസും ഇതൊക്കെ സംസാരിക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, കുറേ എക്സ്പേർട്സ് ഉണ്ട്. അവർ പറയുന്നതാണെന്ന് വെച്ചാൽ, അമേരിക്ക അവിടെ വെനൂസിൽ പ്രയോഗിച്ച ആ സോണിക് വെപ്പണിൽ അതിന് ഏറ്റവും മൈനർ വേർഷനാണ്, ഏറ്റവും ചെറിയൊരു വേർഷനാണ്. അതായത് ഈ ഒരു ചെറിയ സൗണ്ട് കൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർക്കൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, അതായത് ഇതിപ്പോൾ ആരെയും കൊന്നില്ല ആൾക്കാരെ, പക്ഷേ ആൾക്കാരെ കൊല്ലാൻ ഉതകുന്ന രീതിയിലുള്ള സംഭവങ്ങൾ, അതിൻ്റെ ഏറ്റവും മൈനർ വേർഷനാണ് ഇത്. അതിൻ്റെ ഓരോ വേർഷനും ഇങ്ങനെ കയറും തോറും വലിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കാൻ തക്ക രീതിയിലുള്ള ഒരു സാധനമായിരിക്കും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് മറ്റു രാജ്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ രാജ്യങ്ങൾക്കും ഈ സോണിക് വെപ്പൺസ് ഉണ്ടാവും. പക്ഷേ ഈ സോണിക് വെപ്പൺസിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാർ കൊല്ലുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന അത്തരത്തിലൊരു വെപ്പൺ ആരുടെ കയ്യിലില്ല. അതാണ് ഇപ്പോൾ അമേരിക്ക സക്സസ്ഫുള്ളി ഇവിടെ പരീക്ഷിച്ചതെന്നാണ് ഈ ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയ്ക്ക് ഇപ്പോൾ പ്രസക്തിയേറുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. അമേരിക്ക ഏത് നിമിഷവും ഇവിടെ ആക്രമിക്കാൻ നിൽക്കുകയാണ്. ഇറാനിൽ കയറി ആക്രമിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇറാനിൽ ഇപ്പോഴുണ്ടല്ലോ അവിടെ വലിയ രീതിയിലെ കലാപകാരികൾ ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേറെ സത്യം എന്ന് വെച്ചാൽ ഈ കലാപകാരികൾക്ക് കാശ് കൊടുക്കുന്നതും എല്ലാം നടത്തുന്നത് അമേരിക്ക തന്നെയാണ്. അത് വേറെ കാര്യം. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇറാനിനെ എത്രയും പെട്ടെന്ന് ആക്രമിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഒരിക്കലും അമേരിക്കക്ക് പിന്മാറാൻ പറ്റില്ല. അപ്പോൾ അമേരിക്ക ഇവിടെയും, അതായത് ഇറാനിലും ഒരു സോണിക് വെപ്പൺ ഉപയോഗിച്ചിട്ട് കമേനി തീർക്കാൻ തക്ക രീതിയിൽ എന്തെങ്കിലും ഓപ്പറേഷൻ നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. കുറച്ച് ഡ്രോണുകളും കുറച്ച് ഹെലികോപ്റ്ററുകളും അവിടെ വന്നിറങ്ങിയാൽ തന്നെ ഈ സംഭവം നടത്തിയിട്ട് അവർക്ക് തിരിച്ചു പോകാം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതായത് ഒരു സൗണ്ടിൽ തന്നെ
എത്രയോ ആൾക്കാരെ ഇല്ലാതാക്കാൻ പറ്റുന്ന രീതിയിൽ. പക്ഷേ ഇതിന് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇത്തരം സൗണ്ട് വരുമ്പോൾ അവിടെയുള്ള, അതായത് അവിടെ ആക്രമിക്കാൻ വരുന്ന സൈനികരും കേൾക്കേണ്ടി വരില്ലേ, അപ്പോൾ അവർക്കും അതിൻ്റേതായ ഡാമേജ് ഉണ്ടാകില്ല എന്നാണ്. അത്തരം ചില സംശയങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നുണ്ട്. അതായത് ഒരു സൗണ്ട് എന്ന് വെച്ചാൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും സോണിക് വെപ്പൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരും എഫക്റ്റ് ചെയ്യില്ലേ, അത് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരും അത് ഉപയോഗിക്കുന്ന ആൾക്കാരെയും അത് എഫക്റ്റ് ചെയ്യുന്നില്ല, ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതിനും പല പല തിയറീസൊക്കെ അവർ നിരത്തുന്നുണ്ട്, ഈ ഡിഫൻസ് ആയിട്ടും ഈ എക്സ്പേർട്സൊക്കെ നിരത്തുന്നുണ്ട്. എന്തായാലും അമേരിക്ക ഇറാനിലും ഇത്തരത്തിലുള്ള ഒരു വെപ്പൺസ് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർക്ക് അധികം സമയം അവിടെ ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങൾക്ക് പക്കലും ഉണ്ടോ എന്നുള്ള കാര്യം വരും ദിവസം മനസ്സിലാവും. അതായത് അമേരിക്ക അവിടെ ഇറാനിൽ കയറി പ്രയോഗിച്ചാൽ ശരിക്കും മനസ്സിലാവും ഇത് ഇറാൻ്റെ പക്കലുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇറാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, അതായത് അമേരിക്കയുടെ ഈ ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം അത് ഇറാനിലേക്കാണ് അടുത്ത ന്യൂസ് എന്നിലെ ഇത് വ്യക്തമായിട്ട് അവർക്ക് അറിയായിരുന്നു. അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സോണിക് വെപ്പൺസ് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഉപയോഗിച്ചാലും അതിൻ്റെ 100 ഇരട്ടി ഇതിലുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, ലോക ഇതുവരെ കാണാത്ത സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, അതായത് അമേരിക്കയുടെ സോണിക് വെപ്പൺ ഇറാനിൽ ഉപയോഗിക്കില്ലെന്ന്. ഇൻ കേസ് ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് എത്രത്തോളം ഇറാൻ അതിനെ എന്താ പറയുക എന്തുപയോഗിച്ച് പ്രതിരോധിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.